പുതിയ തലമുറയെ പറ്റിയുള്ള വലിയ ആക്ഷേപമുള്ളവർക്ക് രാഷ്ട്രീയത്തിൽ വലിയ താല്പര്യമില്ല എന്നാണ്. ഇപ്പൊ ജൻസികൾ അരാഷ്ട്രീയവാദികൾ ആണെന്നാണ് പൊതുവെയുള്ള ഒരു വിമർശനം. എന്നാൽ ഈ വിമർശനം ശരിയാണോ എന്നറിയണ്ടേ? ഇന്നത്തെ വൈറ്റ് ടോക്കില് നമ്മുടെ CM സരികയും ജൻസികളുടെ രാഷ്ട്രീയ ബോധത്തെക്കുറിച്ചാണ് പൊതുജനങ്ങളോട് ചോദിക്കുന്നത്. അവരുടെ മറുപടികൾ എങ്ങനെയായിരുന്നു എന്നറിയണ്ടേ? കാണാം വൈറ്റ് ടോക്ക്. ചെമ്പകമാ ചെമ്പകം ഞാൻ ആക്ടിവിറ്റി ചെയ്യുന്നില്ല എന്നിട്ട് താണ്ട് വട്ടാണല്ലേ. എന്നോട് ഒരുപാട് പേര് ഇങ്ങനെ ചോദിക്കുന്നു. ആരെ വിശ്വസിക്കാനാ? എല്ലാ രാഷ്ട്രീയവും കണക്കാണ്. നമ്മൾ ഇതിനു മുന്നേ വൈറ്റ് ടോക്കിൽ നമ്മൾ ജെൻസുകളുടെ അടുത്ത് ചോദിക്കുമ്പോഴത്തേനും അവർ പറയും രാഷ്ട്രീയത്തിൽ താല്പര്യമില്ല, വോട്ടിടാൻ പോകുന്നില്ല, ഇങ്ങനെ രാഷ്ട്രീയത്തിൽ നിന്നും വിട്ടു നിൽക്കുന്ന ഒരു സ്വഭാവം നമ്മൾ കണ്ടു. അപ്പൊ ഇന്നത്തെ നമ്മുടെ വൈറ്റ് ടോക്കിന്റെ ചോദ്യം അതാക്കാം. ജെൻസികൾ അല്ലെങ്കിൽ പുതിയ തലമുറ അരാഷ്ട്രീയവാദികളോ? എന്താണ് നിങ്ങളുടെ അഭിപ്രായം? കമോൺ. ജെൻസികൾ അരാഷ്ട്രീയവാദികളാണോ? അരാഷ്ട്രീയവാദികളാണ് ആണെന്ന് തന്നെ പറയാം. കാരണം നമ്മളുടെ പുതിയ തലമുറക്ക് പഴയ തലമുറ അനുഭവിച്ച ദുഃഖങ്ങളൊന്നും അറിയില്ല. പട്ടിണിയില്ല. ഇവർ ജനിച്ചു പറയുമ്പോൾ നല്ല ഫുഡ്, നല്ല വിദ്യാഭ്യാസം, നല്ലതായിട്ട് ഇപ്പം ഞങ്ങളുടെ മക്കളൊക്കെ തന്നെ നല്ലതല്ല. അവർക്ക് താല്പര്യമില്ല. എത്ര പറഞ്ഞാൽ രാഷ്ട്രീയം കൊണ്ടൊന്നും ഇവിടെ ഒന്നും നേടാൻ പോകില്ല. എന്നാൽ രാഷ്ട്രീയക്കാരൻ്റെ അടുത്ത് ചെന്നാൽ എന്ത് നടക്കുകയും ചെയ്യും അല്ലേ? രാഷ്ട്രീയം വേണം. രാഷ്ട്രീയത്തിൽ നല്ലൊരു നിലപാടും വേണം. ഇപ്പോഴത്തെ തലമുറ എന്താ അങ്ങനെ വന്നതെന്ന് അറിയില്ല. പല ഡ്രസ്സിലും പല ഇതിലൊക്കെ അങ്ങനെ പോകണ്ടല്ലോ. അത് കുറേയൊക്കെ മാറ്റം വരുത്തണം എന്നുള്ളത് നമുക്ക് പറയാനുള്ളൂ. പുതിയ തലമുറ രാഷ്ട്രീയവാദികളാണെന്ന് പറയുന്നതിനോട് ചേട്ടൻ എന്ത് തോന്നുന്നു? ഞാനിവിടെ ഈ നാട്ടുകാരനാണ്. എനിക്ക് അച്ഛനമ്മയില്ല, എനിക്ക് ലൈഫില്ല. ഓക്കെ, രാഷ്ട്രീയ താല്പര്യമില്ലേ? അതെന്തുകൊണ്ട് അങ്ങനെ താല്പര്യം ഇല്ലാതായ? എന്താ? എനിക്കതുകൊണ്ടല്ല ബെനിഫിറ്റ് ഒന്നുമില്ല. അറിയാത്തതുകൊണ്ടാണല്ലോ എല്ലാ കാര്യത്തിലും നമുക്ക് താല്പര്യമില്ലാത്തത്. അറിയില്ല എന്നുള്ളതായിരിക്കും. താല്പര്യമുള്ളവരുണ്ടാവാം. കൂടുതൽ ആൾക്കാർക്ക് അറിയില്ല എന്ന് തോന്നുന്നു. എന്തുകൊണ്ടായിരിക്കും അങ്ങനെ ഒരു താല്പര്യം അവർക്ക് ഇല്ലാതാവുന്നതിന്റെ ഒരു ഇപ്പോഴത്തെ പ്രധാന കാരണം എനിക്ക് തോന്നുന്നു കൂടുതലും സോഷ്യൽ മീഡിയയിൽ ടൈം സ്പെൻഡ് ചെയ്യുന്നതുകൊണ്ടായിരിക്കാം. റീൽസിൻ്റെ ചെറിയൊരു ഷോർട്ട് സ്പാനല്ലേ, അത് കണ്ട് അവർക്ക് കൂടുതലായിട്ട് ഡീറ്റെയിൽഡ് ആയിട്ടുള്ള കാര്യങ്ങൾ അറിയാനുള്ളൊരു താല്പര്യമില്ലാന്ന് തോന്നുന്നു. കൂടുതൽ സമയം ഇൻഫർമേറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ കാണാനുള്ള താല്പര്യമില്ലാന്ന് തോന്നുന്നു. ചിലർക്ക് താല്പര്യമുണ്ട്, ചിലർക്ക് താല്പര്യം കുറവായിരിക്കും. ആ താല്പര്യം കുറച്ചതിന് കാരണം എന്താ? ഇവരെ വിശ്വാസമില്ലാത്തോണ്ടായിരിക്കും. ചർച്ച ചെയ്യാൻ പറ്റില്ലേ? ഇല്ല, പറയാൻ മുകളിലല്ല. ഇപ്പോഴത്തെ രാഷ്ട്രീയത്തോട് മിക്കവർക്കും താല്പര്യമില്ല. അതുകൊണ്ട് എല്ലാവരും മാറുന്നത്. കുറേ പേരൊക്കെ പുതിയ ഇതായിട്ട് ചിന്തിക്കുന്നത്. പുതിയ രാഷ്ട്രീയത്തിന്റെ മാറ്റങ്ങൾ കൊണ്ടാണോ അവരങ്ങനെ ആയത്? തീർച്ചയായിട്ടും അങ്ങനെ ആയിരിക്കും. ഒന്നാമത്തെ കാര്യം, പിള്ളേർക്ക് ഗുണങ്ങളുണ്ടോ? എന്തെങ്കിലും ഗുണങ്ങളുണ്ടോ? ജോലിയുടെ കാര്യം തന്നെ നോക്കിയേ. അതൊക്കെ കൊണ്ട് തന്നെ പിള്ളേർ പോകുന്നു. പറഞ്ഞിട്ട് കാര്യമില്ല. പിള്ളേരും മാറി തുടങ്ങി. കാലങ്ങൾ മാറി, കാലഘട്ടങ്ങൾ മാറി. അപ്പോൾ പിള്ളേരും മാറി, എല്ലാവരും മാറി. രാഷ്ട്രീയത്തിൽ നിന്ന് മാറി. അല്ലാതെ പിള്ളേർ വേറെ വഴിപെട്ട് കാര്യങ്ങളിലേക്ക് മാറി. അങ്ങനെ മാറിക്കൊണ്ടേയിരിക്കുന്നു. ഇനിയും മാറും. അവർക്ക് അവരുടെ കാര്യങ്ങൾ മാത്രം നോക്കിയിട്ട് പോയാൽ മതി. അങ്ങനെ ഒരു ആണ് ഇപ്പോൾ ജെൻസി പിള്ളേരുടെ അവരുടെ കാര്യങ്ങൾ സെറ്റായി നിൽക്കുക. വേറെ എന്താ ലോകത്തിൽ നടക്കണേ ഒന്നും താല്പര്യമില്ല. പിന്നെ എല്ലാവരും കൂടുതൽ ഇപ്പോൾ നോക്കുന്നത് പുറത്തേക്ക് ജോലിക്കാണ്. ഏത് രാഷ്ട്രീയ പാർട്ടിയാണെങ്കിലും നല്ല ആൾക്കാരാണ് നമ്മൾ സപ്പോർട്ട് ചെയ്യുക. കാരണം നമ്മുടെ ഇപ്പോഴത്തെ ആൾക്കാരുടെ ഒരു ആറ്റിറ്റ്യൂഡ് അനുസരിച്ചിട്ടാണ് രാഷ്ട്രീയ പ്രവർത്തകരുടെ ആറ്റിറ്റ്യൂഡ്. കൈയിട്ട് വാരലും പരിപാടിയും കാണുമ്പോൾ നമുക്ക് ആർക്കാണെങ്കിലും താല്പര്യമില്ല. കുറയാൻ ചാൻസ് ഉണ്ട്. കാരണം കേൾക്കുന്നതെല്ലാം നെഗറ്റീവായിട്ടുള്ള ന്യൂസസ് ആണല്ലോ കേൾക്കുന്നതെല്ലാം. നമ്മൾ ഈ കുറ്റം പറച്ചിലും അതുപോലുള്ള കാര്യങ്ങളാണ് കൂടുതലും കേൾക്കുന്നത്. അപ്പോൾ അതിൽ ഇൻട്രസ്റ്റ് പോകാനുള്ള കാര്യങ്ങളും കുറവാണ്. അപ്പൊ ജെൻസികൾ അരാഷ്ട്രീയവാദികളാണോ അല്ലയോ എന്നുള്ളതിന്റെ ഉത്തരങ്ങളൊക്കെ നിങ്ങൾക്ക് കിട്ടിക്കാണുമല്ലോ. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്താൻ മറക്കത്തില്ലല്ലോ. അപ്പൊ ഇന്നത്തെ വൈറ്റ് ടോക്ക് ഇവിടെ അവസാനിക്കുകയാണ്. സൈനിങ് ഓഫ്, സുസൻ, സരിക, സുജി. ബൈ ബൈ.